ഞങ്ങളുടെ കല്യാണ ശേഷമുള്ള ആദ്യത്തെ വിഷു കേട്ടോ. അപ്പോൾ അത് അത്രയ്ക്ക് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചു, വിഷുക്കണിയൊക്കെ കണ്ടു. എന്നിട്ട് ചേട്ടനെ വിഷുക്കണി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചു. പക്ഷെ അലാറം അടിച്ചപ്പോൾ ഓഫായിപ്പോയി. പിന്നെ നേരെ കിച്ചണിൽ വന്നു. ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാട്ടോ. നോർമലി ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പിന്നെ ഇന്ന് വിഷുവൊക്കെ അല്ലേ, കുറച്ച് ആഡംബരമൊക്കെ ആകാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെജ് കറിയും ഇടിയപ്പമാണ്. അങ്ങനെ ഞാൻ ഇടിയപ്പം ഇന്നലെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നൈറ്റിൽ. അപ്പോൾ രാവിലെ ഒന്ന് ആവി കയറ്റിയെടുത്തു. അപ്പോൾ ചേട്ടൻ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗിൽ പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഫുഡൊക്കെ വാരി കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഇവിടെ 5:45 ഉള്ളൂ കേട്ടോ. നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഇവിടെ സൂര്യൻ നേരത്തെ വരും. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണമല്ലോ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഒരു അടിപൊളി വിഷുസദ്യ എടുക്കാമെന്ന് കരുതി. ഇതൊരു ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ പരിപാടിയും ഞാൻ ഇന്നാട്ടോ ചെയ്യുന്നത്. നോർമലി അച്ചാറുകളൊക്കെ ഞാൻ തലേന്നൊക്കെ ഉണ്ടാക്കി വെക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ എല്ലാം സെയിം ഡേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ നാരങ്ങ അച്ചാർ, കടു, മാങ്ങ, ഇഞ്ചിക്ക് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നു. അപ്പം വാവച്ചിക്കുട്ടൻ വിളിച്ചു. അങ്ങനെ വാവച്ചിക്കുട്ടനോട് ഫോൺ ചെയ്ത്, അവനില്ലാത്ത എൻ്റെ ആദ്യത്തെ വിഷു കേട്ടോ. അങ്ങനെ അപ്പൂപ്പൻ വന്നു. അപ്പൂപ്പനോട് കുറച്ചേരൊക്കെ സംസാരിച്ചു. രാവിലെ ചേട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വീട്ടിലെല്ലാവരും വിളിച്ച് വിഷസൊക്കെ അറിയിച്ചിരുന്നു. അങ്ങനെ എൻ്റെ കുക്കിംഗ് ഇവരെ തകൃതിയായിട്ട് നടക്കുകയാണ്. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കത് ചെയ്യുന്നത് അത്ര വലിയ ടാസ്ക്കായിട്ടൊന്നും തോന്നാറില്ല. പിന്നെ ഒറ്റയ്ക്കൊരു വിഷുസദ്യ ഒരുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത്ര വലിയ ടാസ്ക്കൊന്നുമല്ല. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കില്ലേ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാവുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ. മാക്സിമം നേരത്തെ ചേട്ടൻ വരാം. ചേട്ടൻ വന്നിട്ട് സദ്യ ഒരുക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ എൻ്റെ ലക്ഷ്യം ചേട്ടൻ വരുന്നതിന് മുമ്പ് തന്നെ സദ്യ എല്ലാം സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ കറികൾ ഓരോന്നായിട്ട് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 12:30 ആയപ്പോഴത്തേക്കും നമ്മുടെ സദ്യ റെഡിയായി. പിന്നെ ചേട്ടൻ വന്നിട്ട് ചേട്ടനാട്ടോ പപ്പടം വറുത്തതും. അങ്ങനെ സദ്യ വിഭവങ്ങൾ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ച് കഴിയുമ്പോൾ ഒരു പ്രൗഡ് ഫീലാട്ടോ. ഒറ്റയ്ക്ക് ഞാൻ കുക്ക് ചെയ്ത് ഇത്രയും സാധനങ്ങൾ. പക്ഷെ നമ്മുടെ ഓണസദ്യയുടെ അത്രയും ഒരുപാട് കറികളൊന്നും ഇല്ല ഇത്തവണ. ലഘുവായിട്ടുള്ളൊരു സദ്യ, എന്നാലും നോട്ട് സോ സിമ്പിൾ. 2 പേരും തന്നെ അല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെ ധാരാളം. പിന്നെ ഇഷ്ടത്തോടുണ്ടാക്കിയ വിഭവങ്ങൾ ഇഷ്ടത്തോടെ വിളമ്പി ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതരം ഒരു സന്തോഷമുണ്ടല്ലോ, അത് പ്രത്യേകത തന്നെയല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കട്ടയ്ക്ക് ഒരാൾ കൂടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ചേട്ടനും ഇവിടെ ഇങ്ങനെ തകർത്ത് വീഡിയോ എടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സദ്യ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലാസ്റ്റ് മിനിറ്റ് സദ്യയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വിഷുസദ്യയുടെ സാധനങ്ങൾ തന്നെ വീട്ടിലെത്തിയത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് 2 മണി 3 മണി ആകുമ്പോഴേ കഴിക്കാൻ പറ്റുമെന്നാണ്. പിന്നെ ലക്കിലി നമ്മൾ വിഷുക്കണി കണ്ട ഉടനെ തന്നെ ഞാൻ കുക്കിങ്ങിന് കയറിയുണ്ട്. കാര്യങ്ങളൊക്കെ ഒരു 12:30 ആയപ്പോൾ കുശാലായിട്ട് തീർന്നു. അങ്ങനെ സദ്യയൊക്കെ വിളമ്പി. അപ്പം ഞാൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അതും ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ സദ്യയാണേ കണ്ടോന്നൊക്കെ. കഴിഞ്ഞ തവണയൊക്കെ വീട്ടിലെ എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്നാണല്ലോ സദ്യ അയച്ചത്. അതിത്തവണ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2 പേരും തന്നെ അല്ലേ ഉള്ളൂ. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അത് മിസ്സിങ് ആണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു പുതിയ ഫേസ് ഞങ്ങൾ 2 പേരും തന്നെ. അത് മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഇതും ഒരു പുതിയ അനുഭവമല്ലേ. പിന്നെ അടുത്ത മാസം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഒരു കൊല്ലം പോയ പോക്കേ. പിന്നെ ഇതൊന്നുമല്ല, ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇനി ഫ്രിഡ്ജിൽ കയറ്റി വെക്കണമല്ലോ, അതിനുള്ള സ്ഥലം ഒപ്പിക്കണമല്ലോ, ഇനി വരുന്ന 2-3 ദിവസം ഈ കറികൾ മാത്രം കഴിക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ മനസ്സിനുള്ളിൽ എവിടെയോ ഒരു ചെറിയ വിങ്ങലാട്ടോ. അങ്ങനെ സദ്യയൊക്കെ വിളമ്പി കഴിഞ്ഞു. ചേട്ടനെ വിളിച്ചു. ഞാൻ സദ്യ കഴിക്കുകയാണ്. പിന്നെ എന്ത് പറഞ്ഞാലും ചേട്ടൻ്റെ വായിൽ നിന്ന് സദ്യ കഴിച്ചു കഴിഞ്ഞ് കൊള്ളാം എന്ന് കേൾക്കുമ്പം കിട്ടുന്നൊരു സുഖം.
അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കിഡിലൻ ഉറക്കം ഞങ്ങൾ അങ്ങോട്ട് പാസ്സാക്കി. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈശ്വര ഇലയുടേക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചേക്കാണല്ലോ, ഇനി അതുണ്ടാക്കണമല്ലോ. അങ്ങനെ അത് നേരെ അടുക്കളയിലേക്ക് പോയി. നമ്മുടെ വാഴയില വിഷു ആയതുകൊണ്ട് നല്ല ഫ്രഷ് വാഴയില കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്നാൽ ഇത് ശരിയാകില്ല എന്നറിയാവുന്നത് കൊണ്ട് നേരെ എടുത്തിട്ട് വിഷുവടയ്ക്കുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചു. അങ്ങനെ ദേ മാവൊക്കെ കുഴച്ചു, പിന്നെ ഇലയിൽ പരത്തി, പിന്നെ നല്ല തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തു. ഞങ്ങൾക്ക് ശർക്കരയേക്കാൾ ഇഷ്ടം പഞ്ചസാരയാട്ടോ. ഞങ്ങൾ രണ്ടാൾക്കും അങ്ങനെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല, അത് രാവിലെ ആണെങ്കിലും ഈവനിങ്ങിലാണേലും. അതുകൊണ്ട് ടീ അഡിക്ഷൻ ഒന്നുമില്ല. എന്നാലും ഇതുപോലെ ഒരു ഇലയുടെയൊക്കെ കഴിക്കുമ്പം നല്ല ഏലക്ക ഇട്ട് ഉണ്ടാക്കിയ ഒരു ചായ കൂടി ആയാൽ കളറല്ലേ. അങ്ങനത്തെ ഒരു സൈഡിൽ ഞാൻ ചായ കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ ഇലയുടെയൊക്കെ കഴിച്ചു, സംതൃപ്തരായി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചുള്ള ഞങ്ങളുടെ ആദ്യത്തെ വിഷു. എന്തായാലും വീഡിയോസൊക്കെ എടുത്തതല്ലേ, അപ്പോൾ ഒരു ഓർമ്മയായിട്ട് ഒരു ഡോക്യുമെൻ്ററി പോലെ ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ എന്ന് കരുതി.